പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാളിന്റെ ആഘോഷം കഴിഞ്ഞ് നാട്ടിലാണ് ചൂടാണ് സഹിക്കാനില്ല. എന്നാൽ പിന്നെ ഒന്ന് വയനാടൊക്കെ ഒന്ന് പോയിക്കളാം, ചെറിയൊരു തണുപ്പ് കൊള്ളാതെ വെച്ചാൽ കാറെടുത്ത് മുന്നോട്ട് പോയി. വയനാട് എത്തിയതിനു ശേഷം പിന്നെ വയനാട് എങ്ങോട്ട് പോകണമെന്നുള്ള ചിന്തയല്ലേ. ചിന്ത പോകുമ്പോൾ ഇടയ്ക്കൽ കോലൊക്കെ ഒന്ന് പോകാൻ വെച്ചാൽ ഇടയ്ക്കൽ കോലൊക്കെ വന്നതാണ്. ഒന്നും പറയണ്ട, ആ കയറ്റം കണ്ടിട്ട് മോൻ പറഞ്ഞോട്ട് പപ്പ നിങ്ങൾക്ക് കയറാൻ കഴിയിട്ടോ, കാരണം നിങ്ങൾ തടി കൂടുകയാണ്, ആണെങ്കിൽ വയസ്സായി വരുന്നുണ്ട്. പിന്നെ ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ച് ഞാൻ പറയുന്നത് നമുക്ക് കയറാൻ ചെയ്യാം. അങ്ങനെ മേലേക്ക് കയറി പോണ വഴിയൊക്കെ നല്ല അടിപൊളി, നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. രണ്ട് സൈഡിൽ കുറകന്മാരും കാര്യങ്ങളൊക്കെ നല്ല നാട്ടിൽ കൂടെ പോയി. എന്നാൽ അതിന്റെ മേലേക്ക് ഗുഹയിലേക്ക് ഇങ്ങനെ കയറേണ്ടി വരുന്നത് തീരെ കരുതിട്ടോ. പക്ഷെ മുകളിലേക്ക് കയറി ചെറിയൊരു കതുപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതില് ഇറങ്ങുമ്പോൾ കുറച്ച് പ്രശ്നമായിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ദുബായിൽ പാർക്കിംഗ് ഫീസ് കൂടിയോണ്ട് വണ്ടി എടുക്കൽ കുറവായിട്ട് നടന്നിട്ടുള്ള കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് ആ സ്റ്റാമിന് ഇവിടെ ഉപകാരപ്പെട്ടു. മോന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ, കാരണം ന്യൂ ജനറേഷനാണ്. കാടൊക്കെ ആസ്വദിച്ചാൽ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. കുറച്ചവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ 4 ടിക്കറ്റ്, ഒരാൾക്ക് 50 രൂപ വരുന്ന ടിക്കറ്റ്. അത് കഴിഞ്ഞ് വെള്ളത്തിന്റെ ബോട്ടിൽ ഞങ്ങളുടെ കയ്യിലുള്ളത് മേലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 20 രൂപ ഡിപ്പോസിറ്റ് എടുക്കണം. 20 രൂപ കൊടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചത്. ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തിരിച്ച് നമ്മൾ ഈ ബോട്ടിൽ തിരിച്ചു കൊടുത്താൽ അവര് പൈസ നമുക്ക് തിരിച്ചു 20 രൂപ. അങ്ങനെ അതും സ്റ്റിക്കർ ഒട്ടിച്ച് 20 രൂപ ഡിപ്പോസിറ്റും കൊടുത്ത് ഈ സംഗതി ആദ്യം ചെയ്യേണ്ടത് താഴത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഉപകാരമായിരുന്നു. കാരണം താഴത്ത് ഒരുപാട് കച്ചറ, താഴത്ത് കേരളം ആ ഭാഗത്ത് ഒരുപാട് സൈഡിലേക്ക് ബോട്ടിലിട്ട് കാണുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഈ സംഗതി താഴത്ത് ചെയ്തിട്ട് ഒന്നും കൂടി ഉപകാരമായി. അങ്ങനെ മേലെ കയറി വന്നപ്പോൾ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അത്രയും ക്ലീൻ, എത്ര ആൾക്കാർ മേലേക്ക് പോയിക്കുന്നു. പക്ഷെ ഒരു കച്ചറ ഒരു പൊടി ഒന്നുമില്ല, ഭയങ്കര വൃത്തിയായിട്ടാണ് സംഗതി വെച്ചിരിക്കുന്നത്. അടിപൊളി സ്ഥലം. നല്ല എന്താ പറയാ, നമ്മള് ഗുഹയിലേക്ക് എത്തുന്ന മുന്നേ തന്നെ ഇവിടെ തന്നെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തോന്നിപ്പോകും. അത് അത്രയും രസമുള്ള കാടിനുള്ളിൽ, കൊടുങ്കാട്ടിനുള്ളിൽ. ഇവിടൊക്കെ ഒരു സ്റ്റെപ്പ് മാതിരി തന്നെ ആക്കി വെച്ചിട്ടുണ്ടോ. അത് അങ്ങനെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അതൊക്കെ നമ്മൾ കയറാനുള്ള സുഖമായി, ഏത് ഏജുള്ള ആൾക്കാർക്ക് നമുക്ക് കയറാൻ പറ്റും. അതേപോലെ ഇരുമ്പിന്റെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിന്, അതൊക്കെ നല്ല ഉപകാരപ്പെട്ടു. നമ്മൾ മേലെ കയറാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയായി. അങ്ങനെ നടന്ന് കയറിക്കൊണ്ട് പൈത വയ്ക്കുന്നതാണ് 2 ആൾക്കാർ കിട്ടിയത്. 2 ആൾക്കാർ കുറച്ച് ഏജ് ഉണ്ട്. അങ്ങനെ ഓരോ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്ത്, അതൊരു ഹിന്ദിക്കാരാണ്, ഡൽഹി ആ ഭാഗത്തുള്ള ആൾക്കാരാണ്. ഓർക്കനെ മൊത്തം മേലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ബൈക്കിൽ പിന്നെ ഒരു താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ താഴത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ താഴത്ത് തന്നെയാണ് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട് ഈ 2 ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ മെല്ലെ കയറി അവര് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ബാക്കിൽ നമ്മൾ നടത്തുന്ന സ്ലോ ആക്കി മുന്നിലും ബാക്കിലായിട്ട് നമ്മൾ നിർത്തി. അങ്ങനെ നടത്തുന്ന ഇങ്ങനെ കയറി. ഏകദേശം 3/4 കയറിയപ്പോൾ അവിടെ ഒരു ചിരിക്കാനുള്ള ഒരു സൗകര്യം സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഉപകാരപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടുന്നാണ് ഗുഹ തുടങ്ങുന്നതാണ്. ഇവിടെ അങ്ങോട്ട് ചടക്കാരൻ ഉള്ളിൽ കൂടെ പോകണം, അത്രയും ഒരു സാഹസികമായിട്ട് തന്നെ പോകണം. അത് നല്ല രസം കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടുന്നാണ് ഗുഹ തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ നല്ല തുടങ്ങുന്നത്, ഇനിമേലേക്ക് പോകണം. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗുഹയിലേക്ക് എത്തിക്കണേ. ഇത് കണ്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. ഞാൻ ചിന്തനാണ് ഗുഹ കയറ്റി എന്നുള്ളത് ഫസ്റ്റ് ധാരണ. അങ്ങനെ വേറെ അതിന്റെ മേലെ ഒരു ബോർഡ് മേലെ എന്നുള്ള ഒരു ബോർഡോ കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിക്കില്ല. കാരണം ഒരുപാട് ആൾക്കാർ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. താഴത്തേക്ക് ഇറങ്ങി പോകാൻ വേറെ തന്നെ വഴിയാണ് കേട്ടോ. അതിന് വേറെ തന്നെ ഇവര് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായി. അപ്പോൾ അതായത് സിസ്റ്റം അടിപൊളിയാണ്. പോകാനും കയറാനും ഒരു പ്രാവശ്യം കയറി നോക്കാനും അടിപൊളിയാണ്. അങ്ങനെ ഇതിന്റെ മുകളിൽ കൂടെ 2 മേലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ആ 2 ആൾക്കാർ പിന്നെയും ഇന്ത്യക്കാരുണ്ട്. അങ്ങനെ ഇന്ത്യക്കാരും നമ്മളെ ആളും എന്താക്കി പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഞാനും മക്കളും മാത്രമേ കയറാൻ പറ്റും എന്നുള്ള തീരുമാനിച്ചു. ഇവർക്ക് 3 ആൾക്കും പിന്നെ മേലെ കയറാൻ പറ്റും.
അതിന്റെ ഏകദേശം 80% നമ്മൾ കയറി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ 20% കുറച്ചും കൂടി മേലൊക്കെ ഈ സ്റ്റെപ്പാണ് കയറി അവിടെ മേലെത്തി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വായ്പാണ്. അടിപൊളിയാണ് കാഴ്ചകൾ, ഒരു രക്ഷയില്ല കാണുന്ന സ്ഥലങ്ങൾ തന്നെ. എല്ലാ സേഫ്റ്റി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബാരിക്കേഡ് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി സംഭവം. പിന്നെ ആൾക്കാർ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കയറി വരാണ്. അത്രയും ആൾക്കാർ ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കയറി വന്നുകൊണ്ടേക്കാണ്. മേലെ നിന്ന് കാണുന്ന കാഴ്ച വെച്ചാൽ അടിപൊളി തന്നെ. നമ്മളൊക്കെ നന്നായി കാണാൻ നല്ല രസം തന്നെ. ഇതായി ചെറിയ ആ ഗേറ്റ് കാണുന്നതാണ് ഇത് മെയിൻ ഗുഹ. ഇതാണ് ഇടക്കൽ ഗുഹ എന്ന് പറയുന്നത്. ഇവളാണ് കാഴ്ചകളുള്ളത്. ഇവളാണ് 6000 വർഷം മുന്നേ ആൾക്കാർ ജീവിച്ചത് പറയുമ്പോൾ അത്ഭുതമാണ്. ഇങ്ങനെ അതിന്റെ ശേഷം പോയി കണ്ടു കിട്ടിയത് അതൊക്കെ അത്ഭുതം തന്നെ. അങ്ങനെ ഞാനത് മക്കളോട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി മൂത്തരം എന്താ കഴിഞ്ഞാൽ ബാങ്ക് ഗൂഗിൾ കയറിയിട്ട് എന്തൊക്കെ സെർച്ച് ചെയ്തിട്ട് സംഭവത്തിന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്തത്. എനിക്കിപ്പോഴും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ എന്താക്കുന്നുണ്ട്, താഴെ വീടിന്റെ താഴെ തന്നെ എന്താക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുന്നത് കുറെ ആൾക്കാർക്ക് അറിയാത്തവർ നോക്കി മനസ്സിലാക്കുന്നത് അടിപൊളിയായിട്ട് ഇവിടെ നിങ്ങളെ കാഴ്ചകൾ. അപ്പോൾ നല്ല വീഡിയോ ഇനിയും അടുത്ത് കാണാം. ഈ വീഡിയോ മൊത്തം ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇതാണ് ഇഷ്ടത്. ലാംഗ്വേജ് കാണില്ല നമുക്ക്. ശക്തമായ ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിപ്പൊളുന്നുണ്ടായ ഗുഹയുണ്ട്. 2 ഗുഹയുണ്ട്. അതിൻ്റെ മുകളിലൊരു ഗുഹയും താഴെ ഒരു ഗുഹയുണ്ട്. ഇവിടെ ഒരു കല്ല് തങ്ങിയിരിക്കുന്നുണ്ട്. അതിനാണ് ഇടയ്ക്ക് 6000 വർഷത്തെ ആദിവാസികളുടെ താമസമുണ്ട്. അവരുടെ മൂർച്ചയുടെ കല്ലുകളിലേക്ക് കോടി വർഷ ചിത്രങ്ങളൊക്കെയാണ് ഇത്. ഏറ്റവും മെയിനായിട്ട് ചിത്രങ്ങൾ ഗോത്രങ്ങളും പിരീഡൊന്നും കൈ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് മുകളിലതുപോലെ ഒരു ചെറിയ ഒരു കുറിച്ച് കാണുന്നുണ്ട്. അവിടെ ഒരു ചക്രം, ഒരു മയിൽ, ഇതൊക്കെ 6000 വർഷം പഴക്കമുള്ളതാണ്. ഇതിനോട് നോക്കുമ്പോൾ 2300 വർഷം കാലഘട്ടങ്ങളിൽ തിരുവോണത്തിന് ലേഡീൻ്റെ പടം വരച്ചിട്ടുണ്ട്. ഇതൊക്കെ 2300 വർഷമാകും. പക്ഷേ BC 4000-നും 1000-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ആദിവാസികളോട് താമസിക്കുന്ന ചിത്രങ്ങളാണ് വരച്ചാണ്. മെയിനായിട്ട് ഒരു ചിത്രം വെച്ചാൽ ഏകദേശം ഒരു പുരുഷൻ സ്ത്രീ നിൽക്കുന്നുണ്ട്. പുരുഷൻ അമ്പമില്ല ചെയ്തുകൊണ്ട് സ്ത്രീ മനസ്സ് നിൽച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇത്. അമ്പമില്ല ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ 3000 വർഷം പഴക്കമുള്ളതാണ്. നമ്മോട് ഏകദേശം തമിഴ് ഗ്രാമീണ ലാംഗ്വേജ് അനേകം കുഴികെളുക്കുന്നൊരു വാർത്താതലവനെ ഈ ഗ്രൂപ്പിൽ പിന്നെയാണ് അവർ വന്യമൃഗങ്ങളെ രക്ഷിക്കാൻ താമസിക്കുന്നത്. അവരൊന്നേരം അടുത്ത് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് നിങ്ങളുടെ ഫോട്ടോ എന്തെങ്കിലും എടുക്കാനോ? ക്യാമറ ഒന്നും ഫോട്ടോ അതിനപ്പുറം ആടെ പറ്റി നോക്കട്ടെ. ഞാനപ്പുറം മടങ്ങിയിട്ടില്ല.
എന്നിട്ട് ഈ ലെവലിന് സ്ഥാപിച്ചവനായി